KSRTCയിൽ കുറച്ചു കാലമായി തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളും ഇനി ഭാവിയിൽ ഒരു ഭരണമാറ്റം വന്നാൽ നമുക്ക് എന്ത് കിട്ടും തൊഴിലാളികൾക്ക് എന്നുള്ള ഒരു ലേഖനമാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഡിഫമേറ്റീവായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെ അപമാനപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങളൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. കോടതി ഉത്തരവ് വന്നിട്ട് പോലും INTUC എന്ന് പറയുന്ന സംഘടനയിലുള്ളവരോട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് KSRTC മാനേജ്മെൻറ്റ് ഇത് തുടർ നടപടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് KSRTC ചീഫ് ഓഫീസിലെ സെലക്ഷൻ ഗൈഡ് അസിസ്റ്റന്റ് ഓഫീസറെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ്റെ മുഖപത്രമായ ട്രാൻസ്പോർട്ട് വീക്ഷണത്തിൽ ലേഖനം എഴുതിയതിനെ തുടർന്ന് സ്ഥലം മാറ്റുന്നത്, അതായത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് സ്ഥലം മാറ്റുന്നത്. ഇതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിക്കുന്നു. കോടതി ഈ ഒരു സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവ് പുറത്തു വന്നത്. എന്നിട്ട് പോലും ഈ ഒരു ഉദ്യോഗസ്ഥരെ നിലവിലിപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് വീണ്ടും നിയമിക്കാനുള്ള നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ INTUC നേതാക്കൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഓർഡറിൽ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മീൻസ് ഞങ്ങളുടെ INTUC യൂണിയന് ട്രാൻസ്പോർട്ട് വീക്ഷണം എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. അത് ഞങ്ങളുടെ തൊഴിലാളികളുടെ ഇടയിൽ സർക്കുലർ ചെയ്യുന്നതാണ്. ആ മാസികയിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഒരു KSRTCയുടെ ഇപ്പോഴത്തെ നല്ല KSRTCയിൽ കുറച്ചു കാലമായി തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങളും ഇനി ഭാവിയിൽ ഒരു ഭരണമാറ്റം വന്നാൽ നമുക്ക് എന്ത് കിട്ടും തൊഴിലാളികൾക്ക് എന്നുള്ള ഒരു ലേഖനമാണ് അതിനകത്ത് എഴുതിയിരുന്നത്. അതിനകത്ത് ആരെയും തന്നെ നാണം കെടുത്തുന്നതോ ഡിഫമേഷൻ ആണ് എന്നാണ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡിഫമേറ്റീവായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെ അപമാനപ്പെടുത്തുന്നതോ ആയ കാര്യങ്ങളൊന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളതിനു വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. അന്ന് തൊട്ട് ഈ ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങിയ അന്ന് തൊട്ട് ഞങ്ങളുടെ യൂണിയൻ ഇവിടെ സമരം ചെയ്യുകയാണ്. സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഓഫീസിൻ്റെ, അതായത് ഹെഡ് ഓഫീസാണല്ലോ, ഈ ഓഫീസിൻ്റെ ഒരു പ്രവർത്തനത്തെയും ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന് ഉദാഹരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കുറേ ഓർഡറുകൾ ഇറങ്ങിയിട്ടുണ്ട്. KSRTCയുടെ ഓഫീസ് തടസ്സപ്പെടുത്തിയ ഓർഡർ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഒരു ഓഫീസറെയും ഇതുവരെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇന്നും EDAയും EDVയും ഒക്കെ ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം MD വന്നിരുന്നു. എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഈ കേസിൻ്റെ വാദം തീർന്നു. പക്ഷേ അന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടിയിരുന്നില്ല. ബുധനാഴ്ച വൈകുന്നേരമാണ് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നത്. ബുധനാഴ്ച വൈകുന്നേരം കിട്ടിയ ജഡ്ജ്മെൻറ്റ് ഇന്ന് വ്യാഴവും കഴിഞ്ഞ് വെള്ളിയുമായി. ഇന്ന് രാവിലെ ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ EDA പറഞ്ഞു ശരി, ഒരു പ്രൊസീഡിങ്സ് അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയും പ്രൊസീഡിങ്സും കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊരു ഇൻഫർമേഷനും ഇല്ല. അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. കോടതി ഉത്തരവ് വന്നിട്ട് പോലും ഇന്നിപ്പോൾ സമരം നിർത്തി പോകാം, കോടതി ഉത്തരവ് വന്നല്ലോ എന്നുള്ള സമാധാനത്തിൽ വന്നതാണ് ഞങ്ങൾ. പക്ഷേ ഇതുവരേക്കും തിരിച്ചെടുക്കുന്നതിനുള്ള യാതൊരു തീരുമാനവും വന്നിട്ടില്ല. ഉദ്യോഗസ്ഥനെ ആദ്യമായിട്ടാണ് സ്ഥലം മാറ്റുന്നത്? അതെ. അല്ല, ഇതിനു മുന്നേ ഇത്രയും ദൂരത്തേക്ക് ഇതിനു മുന്നേ ഇവിടുന്ന് 2-3 പ്രാവശ്യം സ്ഥലം മാറ്റിയിട്ടുണ്ട്. സമാനമായുള്ള ഈ സംഘടനാ പ്രവർത്തനം അത് സംഘടനാ പ്രവർത്തനം തന്നെയാണ്. പക്ഷേ അതിനകത്ത് അത് ചെയ്തിട്ടില്ല. ഓർഡറിൽ സംഘടനാ പ്രവർത്തനം എന്നല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൗണ്ട്. പക്ഷേ ഈ ഓർഡറിൽ കൃത്യമായി ഈ ലേഖനം എഴുതിയത് കൊണ്ട് തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റിയതും. എന്തുകൊണ്ടാണ് ഈ കോടതി ഉത്തരവ് പാലിക്കാത്തത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതിനിപ്പോൾ വ്യക്തമായൊരു ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ CMD ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. CMD ഇതുവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. EDA പറയുന്നത് CMD പറഞ്ഞാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഇതുവരെ CMD വന്നിട്ടില്ല. സമാനമായ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 4-ന് ഞങ്ങളൊരു ശമ്പളമില്ലാത്തതിന് വേണ്ടി സമരം ചെയ്തിരുന്നു. ആ സമരത്തിൽ കൊട്ടാരക്കരയിൽ ഡിപ്പോയിൽ KSRTCയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന ഒരു ആരോപണം വരികയും അതിൽ ഞങ്ങളുടെ 3 മെമ്പർമാരെ, 4 പേരായിരുന്നു, അതിൽ 3 മെമ്പർമാരെ ടെർമിനേറ്റ് ചെയ്യുകയുണ്ടായി.
ഈ ടെർമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറ്റപത്രം കൊടുത്തിരുന്നതിൽ പറഞ്ഞത് ഇത് ചെയ്തില്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്നാണ്. സാധാരണഗതിയിൽ ഒരു കുറ്റം ചെയ്താൽ ഞാനല്ല തെളിയിക്കേണ്ടത്, കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്, അതായത് വാദിയാണ് തെളിയിക്കേണ്ടത്. പക്ഷേ ഇവിടെ പറയുന്നത് കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നു എന്നാണ്. ഇതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോയി. കോടതി പറഞ്ഞു MD ക്ക് അപ്പീൽ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. MD ക്ക് അപ്പീൽ കൊടുത്തു. 3 മാസത്തേക്കാണ് കോടതി സമയം കൊടുത്തിരുന്നത്. ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ കണ്ടംപ്റ്റ് ഫയൽ ചെയ്തു. കണ്ടംപ്റ്റ് ഫയൽ ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും 1.5 മാസം സമയം കൊടുത്തു. ആ സമയം കഴിഞ്ഞ ആഴ്ചൻ്റെ മുമ്പിലത്തെ ആഴ്ച വച്ചിരുന്നു. അതിനെ മാറ്റി അന്ന് 354 കേസെന്ന് പറഞ്ഞു 310 20 വരെ എടുത്തു. ബാക്കി കേസ് പിന്നെ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് ആ വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമരം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഓർഡർ ഇടാൻ പറ്റാത്തതെന്ന് ഇവിടുത്തെ അഡ്വക്കേറ്റ് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ ഓർഡർ പറയുന്നുണ്ട്, ഒരു ഓഫീസറെയോ ഒരു തൊഴിലാളിയോ ഞങ്ങൾ ഇതുവരെ തടഞ്ഞിട്ടില്ല, ഞങ്ങളവിടെ ഫ്രണ്ടിലിരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഈ കഴിഞ്ഞ ദിവസവും ഇനി 2 ആഴ്ചത്തേക്ക് സമയം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ INTUC എന്ന് പറയുന്ന സംഘടനയിലുള്ളവരോട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് KSRTC മാനേജ്മെൻറ്റ് ഇത് തുടർ നടപടികളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ നിൽക്കുന്ന ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഈ ജില്ലാ സെക്രട്ടറിയെയും ഇതിനു മുന്നേ കാസർഗോഡേക്ക് ഇതേപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. കോടതി ഉത്തരവ് പ്രകാരം തിരിച്ച് വന്നതാണ്. ഞങ്ങൾക്കിങ്ങനെ കോടതി കേസുമായി നടക്കാൻ മാത്രമാണ്. കോടതിയിൽ പോകുമ്പോൾ ഇതെല്ലാം തെറ്റല്ലാതെ വരുന്നതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. നിയമപ്രകാരം തെറ്റല്ലാത്ത കുറേ കാര്യങ്ങളിൽപ്പെട്ട് ഞങ്ങളിങ്ങനെ കേസുമായി നടക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഒരു കാലത്തും കാണാത്തതുപോലെ വരുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി ഉത്തരവ് വന്നിട്ട് പോലും ഈ ഒരു ഉദ്യോഗസ്ഥനെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ചീഫ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നാണ്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണ് ഇതിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.